അന്ത്യം കാണുന്നത് വരെ, ഇവനെ കൽത്തുറുങ്കിൽ അടയ്ക്കുന്നത് വരെ സംരക്ഷണ സമിതി ഉണ്ടാകും. മാത്രവുമല്ല, ഇവിടെ വരാൻ പോകുന്ന SNDP യോഗത്തിന്റെ വരാൻ പോകുന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പുകളിൽ വെള്ളാപ്പള്ളി നടേശന്റെ ആളുകൾ ഒരാൾ പോലും ഉണ്ടാകില്ല. അത് 100% ഉറപ്പാണ്. ഗവൺമെന്റുകൾ സത്യസന്ധമായി നിലപാടെടുക്കുവാനും ഗവൺമെന്റുകൾ സത്യസന്ധമായി ഈ സമുദായത്തെ വിട്ടുകൊടുക്കുവാനും തയ്യാറായാൽ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് SNDP യോഗം. ആ പ്രസ്ഥാനത്തെ മുച്ചൂട് നശിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ രംഗത്തെ കലുഷിതമാക്കുക എന്നുള്ളതാണ് അർത്ഥം. ഈ സാമൂഹ്യ രംഗത്തെ കലുഷിതമാക്കിക്കൊണ്ട് മീൻ പിടിക്കാമെന്ന് വിചാരിക്കുന്ന അധികാരം നേടാമെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റുപറ്റുമെന്ന് 3 ആവർത്തി ഞങ്ങൾ പറയുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകോപിച്ചുള്ള ഒരു വോട്ടിംഗ് സമ്പ്രദായത്തിലേക്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈഴവ സമുദായത്തെ എത്തിക്കും. അത് ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾക്കറിയാം. ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ നിങ്ങളുടെ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ അന്വേഷിക്കുക, ശാഖാതലങ്ങളിൽ അന്വേഷിക്കുക. എവിടെയാണ് ശ്രീനാരായണീയർ നിൽക്കുന്നതെന്ന്. വെള്ളാപ്പള്ളി ഒരാൾ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ 7 പ്രാവശ്യം തിരിച്ചോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റുകൾ തെറ്റുകൾ തിരുത്തണം. വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിരിക്കുന്ന വൈ കാറ്റഗറി സുരക്ഷ പിൻവലിച്ച് ആ പട്ടാളക്കാരെ അതിർത്തി കാക്കുവാൻ വിടണം. അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായും കള്ളപ്പണം പിടികൂടുവാനുള്ള ഊർജിതമായ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട് അയാളുടെ ഇൻകം ടാക്സും സ്വത്തും അന്വേഷിക്കുവാനും നടപടിയെടുക്കുവാനും തയ്യാറാകണം. ഞങ്ങൾ ഒരിക്കൽ ED-യിൽ പോയി പരാതി കൊടുത്തു. അന്നത്തെ ED-യിലെ ഉന്നതമായ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഫയലുണ്ട് ഇവിടെ. ഒരു വാക്ക് മുകളിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ തീരുമാനം പറഞ്ഞാൽ മാത്രം മതി. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എറണാകുളം അല്ല ആലപ്പുഴ വരെ പോകുന്ന സമയം മാത്രമേ ഉള്ളൂ. രണ്ടിനെയും തൂക്കിയെടുത്ത് അകത്തിടും. അതിനുള്ള തെളിവ് അവരുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഇൻകം ടാക്സിന്റെ ഹെഡ് ഓഫീസിൽ പോയി എറണാകുളം. അവിടെ ചെന്ന് പറഞ്ഞ് അവിടെ ഒരു ഫയലുണ്ട്. ഈ ഫയൽ നിറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. മുഴുവൻ തട്ടിപ്പാണ് നടക്കുന്നത്. അവിടെയും പൊളിറ്റിക്കൽ തീരുമാനം വേണം. ആ പൊളിറ്റിക്കൽ തീരുമാനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് മകനെ എവിടെ വിട്ടത്? അങ്ങ് കേന്ദ്രത്തിലേക്ക് വിട്ടത്. അല്ലാതെ അവിടെ വേറൊന്നും സാധിക്കാനല്ല. അപ്പൊ നമ്മളിൽ നിന്നും ഈടാക്കുന്ന, നമ്മുടെ വിവാഹ പത്രികയിൽ നിന്നും ഈടാക്കുന്ന പണം പോലും, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ അഡ്മിഷൻ ചെല്ലുമ്പോൾ പിടിച്ചു വാങ്ങുന്ന കോഴപ്പണം പോലും, നിയമനങ്ങൾക്ക് വാങ്ങുന്ന കോഴപ്പണം പോലും വെള്ളാപ്പള്ളി നടേശന് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നിർമ്മിക്കുവാൻ, കള്ളപ്പണമായി രൂപം കൊടുക്കുവാൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രമിക്കുന്നത് ഈ രാജ്യത്തോട് കാണിക്കുന്ന വഞ്ചനയും ക്രൂരതയുമാണ്. അതിനെതിരായി നീതിബോധമുള്ള, നിയമബോധമുള്ള കോടതികൾ നടപടികൾ വളരെ വേഗത്തിലുണ്ടാകുമെന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് SNDP യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ K. ഗോപിനാഥൻ അവർകളാണ്. 100% വരുവാൻ വേണ്ടി എടുത്തതിന് അദ്ദേഹം വളരെ വിഷമത്തോടെ എന്നോട് പറയുന്നത് വരാതിരിക്കാനുള്ള കാരണം ഗോചര ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയാണ് നടത്തുന്നത്. ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജി ശ്രീ രാമകൃഷ്ണ സാർ എന്നൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നേരത്തെ വിളിച്ചതാണ്. ഇന്നത്തെ മീറ്റിംഗ് വളരെ പ്രധാനമാണ്. അവിടെ പാനലിനെ സംബന്ധിച്ചും ഇലക്ഷന്റെ രീതിയെപ്പറ്റിയും അത് ഗോപി വക്കീലിന്റെ നേതൃത്വത്തിലാണ് അത് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് അതിൽ പങ്കെടുത്തേ മതിയാവൂ. ഗോപി വക്കീൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ യോഗം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് എന്നുകൂടി ഞാൻ അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ SNDP യോഗത്തിന്റെ ദുരന്തവും ദുരവസ്ഥയും നേരത്തെ സംസാരിച്ചവരൊക്കെ സംസാരിച്ചു. ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്നലെ ഏത് മന്ത്രിയാണ് പറഞ്ഞത്? പറഞ്ഞു പോലും എന്താ കുത്തഴിഞ്ഞ ഏടുകൾ എടുത്ത് പുസ്തകമാക്കിയെന്ന് മന്ത്രി വാസവനെ പറ്റി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു. പറഞ്ഞാൽ അതൊരുപാട് ഗന്ധം, ഒരുപാട് സ്പിരിറ്റിന്റെ ഗന്ധം അവിടെ ഉയർന്നു വരും. അത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്.
ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, CPM-ന്റെ ഉന്നത നേതാവായിരുന്ന, CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന വൈക്കം വിശ്വനോട് സാറിനോട് ചോദിച്ചാൽ മതി, ആരാണ് ഈ മന്ത്രി വാസവൻ എന്ന്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇത് ഞങ്ങളുടെ മുഖതാവിൽ വൈക്കം വിശ്വൻ സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയിപ്പിക്കരുത്. പറഞ്ഞാൽ കഥകൾ ഞങ്ങൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരും. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഈ ഇരിക്കുന്നവർക്ക് ആർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ വന്നവരാരും ബാർ മുതലാളിമാരല്ല, ഇവിടെ വന്നവരാരും കച്ചവടത്തിന്റെ പങ്ക് പറ്റിയവരല്ല. ഞങ്ങളൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗത്തിലായിരിക്കും. കോട്ടയം ഞങ്ങൾ പൊട്ടിച്ചു, കോട്ടയം പൊട്ടുമ്പോ വാസവനും പൊട്ടും. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വാസവനും പൊട്ടും. ഞങ്ങൾ എണ്ണി പറയുന്നു, വെള്ളാപ്പള്ളി നടേശനെ സഹായിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവായാലും ശരി, എണ്ണി വീട് കയറി വെള്ളാപ്പള്ളി നടേശനെ സഹായിച്ചതിന്റെ കാര്യകാരണം സഹിതം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ SNDP യോഗമാണ്, അത് നേടിയെടുക്കും. നിയമ പോരാട്ടത്തിൽ കൂടി വേണ്ടി വന്നാൽ ജീവൻ കൊടുത്തും അത് നേടിയെടുക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പോരാട്ടം തുടരുകയാണ്. ഈ പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശീർവാദവും പങ്കാളിത്തവും ഇനി ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഗുരുദേവൻ.